അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. അൽഹംദുലില്ലാ ഇവിടെ സുഖമാണ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ അസാധ്യ രുചിയിലൊരു പഴയ നാടൻ പലഹാരം ഉണ്ടാക്കിയാലോ. അത് ലാസ്റ്റ് വരെ എല്ലാവരും കാണണേ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണണം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് തേങ്ങ, കരിവേപ്പില, പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു 3 സവാള, ഒരു വലുതാണെങ്കിൽ 2 മതി കേട്ടോ. ഇതെല്ലാം നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വളരെ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇടുക. അവരവരുടെ സൗകര്യം അനുസരിച്ച് ഇടുക. അത് ഇച്ചിരി നവടി കൊടുത്തിട്ട് നവടി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഗോതമ്പ് മാവാണ് ഇടുന്നത്. ആട്ടാമാവ് ഞാനിവിടെ റേഷൻ കടയിലെ ആട്ടാമാവാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ടു. കാരണം കുറച്ച് എരി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞങ്ങൾ. അതുകൊണ്ട് പിന്നെ അതിലേക്ക് ഞാൻ എള്ളും കൂടെ ഇട്ടിട്ടുണ്ട്. സാധാരണ ഉള്ളവരിടും, ഇല്ലാത്തവരിടില്ല. ഞാൻ കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട്, കാരണം കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് കറുത്ത എള്ളും ഇച്ചിരി ഒരു നുള്ള് ജീരകവും കൂടെ ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകമാണ്. ഇതും കൂടെ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ഗോതമ്പ് മാവ് ചേർത്ത് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നമ്മുടെ ദോശ മാവ് ചപ്പാത്തി പരുവത്തിൽ നിന്ന് ഒരല്പം ലൂസായിട്ട് വിരകിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഉരുളകളും എടുത്ത് കയ്യിൽ വെച്ച് തട്ടി പരത്തി ഓയിലിലേക്കിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. 2 സൈഡ് നല്ല ഫ്രൈ ആക്കി. കാരണം ഇത് വളരെ ടേസ്റ്റി ആയിട്ടും അതിലേറെ എന്തോ പറയാനറിയില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സംഭവം ഒരു കടയിൽ കണ്ടത്. അങ്ങനെ ഞാനത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പണ്ട് ഉമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റാണ്. ഇതൊന്നും ഓർമ്മയില്ല, എന്താണ് പേരൊന്നും പോലും ഓർമ്മയില്ല. അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവളാണ് റെസിപ്പി പറഞ്ഞു തന്നത്. അങ്ങനെ അത് ഒരു സൈഡിൽ നടക്കുന്നു. അതേസമയം തന്നെ ഇന്ന് രാത്രി ഉലുവപ്പാലിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊക്കെ വേണ്ടിയിട്ട് കർക്കിടകമൊക്കെ ഇല്ല. അപ്പോൾ ഉലുവക്കായി പാല് കുടിക്കണമല്ലോ, മരുന്നുകൾ എടുക്കണമല്ലോ. ഇത് നാളത്തെ അപ്പത്തിനുള്ള മാവാണ്. എൻ്റെ അലവാങ്ക് അവിടെ അടുപ്പിലിരുന്ന് പൊരിയുന്ന സമയം കൊണ്ട് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉലുവപ്പാലിനുള്ളതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് രാത്രി ചൂടോട് ചൂടുകൊള്ളാണല്ലോ അത് കുടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ റെഡിയാക്കുന്നില്ല. ഇപ്പോൾ അത് വൈകുന്നേരം ആയതല്ലേ ഉള്ളൂ. അങ്ങനെ പിന്നെ അപ്പത്തിന് നാളെ അപ്പവും മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചു. അങ്ങനെ വേണ്ട അലവാങ്ക് പൊരിച്ചെടുത്തു. അത് പറയാമല്ലോ, ഒരു അസാധ്യ രുചിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. ഞാൻ ചെറുതായിട്ടാണ് പിടിച്ചത്. കാരണം കുറച്ച് ഓയിലാണല്ലോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടോ. വളരെ സിമ്പിളായിട്ട് അതിലേറെ എളുപ്പത്തിൽ ഒരു പഴയ നാടൻ നമ്മുടെ പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതിലേറെ സിമ്പിളാണ്. നമ്മളെ വീട്ടിലുള്ള പണ്ടത്തെയൊക്കെ പലഹാരങ്ങളൊക്കെ അത്രയേറെ ടേസ്റ്റും രസകരവുമാണ്. പണ്ടത്തെ ഉമ്മമാർ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ മിക്ക പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ വളർന്നപ്പോൾ അതൊക്കെ മറന്നുപോയി കേട്ടോ. അപ്പം കഴിച്ചപ്പോഴേക്കാണ് വീണ്ടും ആ ഓർമ്മകളിലേക്ക് നമ്മളൊന്ന് നടന്നു പോയത്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും അസ്സലാമലൈക്കും. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എൻജോയ് ചെയ്യുക. ബായ്, അസ്സലാമലൈക്കും.